ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് അധ്യാരോപദർശനത്തിലെ 9ാമത്തെ ശ്ലോകമാണ് പഠന വിഷയം. കഴിഞ്ഞ ശ്ലോകത്തിൽ പ്രപഞ്ചം രൂപാന്തരപ്പെടുന്നതിനെ പറ്റിയുള്ള പല സിദ്ധാന്തങ്ങളും നാം പരിശോധിക്കുകയുണ്ടായി. അവയിൽ വൈശേഷികവും ന്യായവും ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനങ്ങളും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരിണാമ സിദ്ധാന്തങ്ങളാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഭാരതീയ വേദാന്തം ഇവയെ പാടെ തള്ളിക്കളയുന്നു. ഇവിടെ 9ാമത്തെ ശ്ലോകത്തിൽ ഗുരുദേവൻ പറയുന്നത് നോക്കൂ. അർക്കാദ്യഥാക്രമം വിശ്വം തഥാ നൈവേദമാത്മനഃ സുപ്തേരിവ പ്രാദുരാസീത് യുഗപദ് സ്വസ്യ വീക്ഷയാ. ഓരോ ശബ്ദങ്ങൾ. അർക്കാദി യഥാക്രമം വിശ്വം തഥാ ന ഏവ ഇദം ആത്മനഃ സൂപ്തേരിവ പ്രാദുരാസീത് യുഗപത് സ്വസ്യ വീക്ഷയ. അർത്ഥം: ഇദം വിശ്വം, ഈ പ്രപഞ്ചം, അർക്കാദി യഥാക്രമം ന പ്രാദുരാസീത്, സൂര്യാദിയായി ക്രമേണ പരിണമിച്ച് ഉണ്ടായതല്ല. തഥാ സൂപ്തേരിവ, എന്നാൽ ഉറക്കം ഉണർന്നു കാണുന്നത് പോലെ, സ്വസ്യ വീക്ഷയ യുഗപത് പ്രാദുരാസീത്, തൻ്റെ കാഴ്ചയിൽ എല്ലാം ഒന്നിച്ച് ഉണ്ടായി കാണപ്പെടുന്നതാണ്. ആദ്യം സൂര്യനാണ് ഉണ്ടായത്. അതിനുശേഷം സൂര്യനിൽ നിന്ന് ഭൂമി ഉണ്ടായി. പിന്നെ ക്രമേണ ഭൂമിയിൽ ഓരോന്നും ഉണ്ടായി. കാലക്രമത്തിൽ പല പരിണാമങ്ങളിലൂടെ ഇന്നത്തെ നിലയിൽ എത്തി നിൽക്കുന്നു എന്ന പരിണാമവാദം ശരിയല്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പരിണാമ സിദ്ധാന്തം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് നോക്കാം. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ലോകത്തിലുള്ള സർവ്വതിനും രൂപാന്തരം വന്നുകൊണ്ടിരിക്കുന്നു. തൻ്റെ ദേഹത്തിന് പോലും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ജനനവും മാറ്റങ്ങളോടുകൂടിയുള്ള നിലനിൽപ്പും മരണവും എല്ലാറ്റിനുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ലോകത്തിനും ഒരാരംഭവും മാറ്റങ്ങളോടുകൂടിയ നിലനിൽപ്പും ഒരന്ത്യവും ഉണ്ടാകണമല്ലോ. ഇന്നത്തെ അവസ്ഥയെ അടിസ്ഥാനമാക്കി ഇതിനു മുമ്പുണ്ടായിരുന്ന അവസ്ഥകളിലേക്ക് കണ്ണോടിക്കുക. അങ്ങനെ ആരംഭം കണ്ടുപിടിക്കുക. ആധുനികമായ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രപഞ്ചത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് കാഴ്ചയെ എത്തിക്കുവാനും നക്ഷത്രാദികളെപ്പറ്റിയുള്ള പല പുതിയ അറിവുകളും സമ്പാദിക്കുവാനും മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. ഇപ്രകാരമുണ്ടായ ഇതുവരെയുള്ള അറിവ് ഈ പരിണാമ സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്നതുമാണ്. പിന്നെ എന്തുകൊണ്ടാണ് വേദാന്തം ഇത് തെറ്റാണെന്ന് പറയുന്നത്? ഒന്നാമതായി, ഭൂതം, വർത്തമാനം, ഭാവി എന്നീ കാലഗണനയിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. ഭാരതീയ ജ്യോതിശാസ്ത്രവും കാലഗണനയെ അടിസ്ഥാനമാക്കി ഉള്ളതാണ്. സൂര്യനെ ചുറ്റുന്ന ഭൂമിയും ഭൂമിയെ ചുറ്റുന്ന ചന്ദ്രൻ്റെയും സ്ഥിതിഗതികളെ അടിസ്ഥാനപ്പെടുത്തി വാരം, നക്ഷത്രം, തിഥി, കരണം, യോഗം എന്നീ സമയവിശേഷങ്ങളെ തിട്ടപ്പെടുത്തി സമയങ്ങളുടെ പ്രത്യേകത ജീവജാലങ്ങളെയും ബാധിക്കുന്നു എന്നും അവർ കണ്ടെത്തി. തുടർന്നുള്ള ഗവേഷണത്തിൽ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതിഗതികളും നമ്മളെ ബാധിക്കുന്നു എന്ന് കണ്ടെത്തി. അങ്ങനെ കാലമാണ് എല്ലാത്തിനും കാരണമെന്ന് കണ്ടെത്തി. സൂര്യന് ചുറ്റുമുള്ള ശനിപര്യന്തമുള്ള ഗ്രഹങ്ങളെയും ചന്ദ്രനെയും
ഉൾപ്പെടുത്തി അവയുടെ ഭ്രമണങ്ങളിൽ നിന്നുണ്ടാകുന്ന സമയഭേദവും അതിൻ്റെ ഗുണദോഷങ്ങളും കണ്ടെത്തുന്ന ഒരു സമയശാസ്ത്രമാണ് ഭാരതീയ ജ്യോതിഷം. കാലസൃജതി ഭൂതാനി കാലസംഹരതി പ്രജ. കാലമാണ് എല്ലാറ്റിനും ജനനവും മരണവും ഉണ്ടാക്കുന്നത്. ഈ കാലമാണ് പിന്നീട് കാലനായി പരിണമിച്ചത്. ഈ കാര്യം പിന്നീടൊരിക്കൽ ചർച്ച ചെയ്യാം. അതായത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരും കാലപരിണാമത്തെ അംഗീകരിക്കുന്നുണ്ട്. ജ്യോതിഷം ഒരു ഭൗതിക ശാസ്ത്രമാണ്, ഒരു സമയശാസ്ത്രമാണ്. അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ജ്യോത്സ്യന്മാർ അതിനെ ആത്മീയതയുമായി കൂട്ടിക്കെട്ടി അല്പം ശാസ്ത്രവും കുറേ സൂത്രങ്ങളും ചേർത്ത് ഒരു അത്ഭുത വിദ്യയാക്കി പ്രയോഗിക്കുന്നു എന്ന് മാത്രം. ഈ കാര്യവും അവസരം പോലെ പിന്നീട് ചർച്ച ചെയ്യാം. പറഞ്ഞു വരുന്നത് പരിണാമ സിദ്ധാന്തം കാലസങ്കല്പവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നതാണ്. ഉണ്ടായിരുന്നതിനെ എന്ന ചിന്ത, പണ്ട് ഉണ്ടായിരുന്നതെങ്ങനെ എന്ന ചിന്ത ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തെ ആധാരമാക്കിയാണ്. യഥാർത്ഥത്തിൽ കാലം എന്നുള്ളത് ഒന്നുണ്ടോ? മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും നരസുരരാതിയുമില്ല നാമരൂപം. മരുവിലമർന്ന മരീചി നീരുപോൽ നിൽപ്പൊരു പൊരുളാം പൊരുളല്ലി തോർത്തിടേണം. ഗുരു പറയുന്നു, മരണവുമില്ല, ജനനവുമില്ല, ജീവിതവുമില്ല, മനുഷ്യരും ദേവതകളും ഒന്നുമില്ല. ഈ കാണുന്ന നാമരൂപങ്ങൾ മരുഭൂമിയിൽ കാണുന്ന മൃഗതൃഷ്ണ പോലെ മിഥ്യയാണ്, ഇല്ലാത്തതാണ്. ജനനത്തെപ്പറ്റി പറഞ്ഞാൽ മറ്റു മനുഷ്യരും ജന്തുക്കളും ഒക്കെ ജനിക്കുന്നത് കണ്ടുള്ള അറിവല്ലാതെ സ്വന്തം ജനനത്തെപ്പറ്റി വല്ല ഓർമ്മയുമുണ്ടോ? അമ്മ പ്രസവിച്ചപ്പോൾ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ഞാൻ ഇപ്പോൾ ഉണ്ടായതാണ് എന്നൊരു അനുഭവം അഥവാ തോന്നലുണ്ടായിട്ടുണ്ടോ? അമ്മ എന്നെ പ്രസവിച്ച സമയവും ദിവസവും കണക്കാക്കി ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഉണ്ടായതാണ് എന്ന് മറ്റുള്ളവർ പറയുന്നതാണ്. ഈ പറയപ്പെട്ട ദിവസത്തിന് 2 ദിവസം മുമ്പ് ഒരു ഡോക്ടർ സിസേറിയൻ ചെയ്ത് എന്നെ പുറത്തെടുത്താൽ അപ്പോഴും ഞാനുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇന്ന സമയത്ത് ജനിച്ചു എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും? മരണത്തിൻ്റെ കാര്യവും ഇതുപോലെ തന്നെ. മരണത്തിൻ്റെ അനുഭവം അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണ്. മരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഞാൻ ഇതാ ഇവിടെ ഇല്ലാതെയാകുന്നു എന്ന ഒരനുഭവം സ്വയം ഉണ്ടാകുന്നുണ്ടോ? അതറിഞ്ഞുകൂടാ. ഉണ്ടായ സമയത്ത് ഉണ്ടായത് ശരീരമാണ്, മരിക്കുന്നതും ശരീരമാണ്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. അതിനാദിയും അന്തവുമില്ല. ശരീരം സ്വീകരിക്കുന്നതിന് മുമ്പും അതുണ്ടായിരുന്നു, ശരീരം കളഞ്ഞാലും അതുണ്ട്. ഉള്ള വസ്തുവിന് ജനിക്കേണ്ട കാര്യമില്ല. ജനിക്കാത്തത് മരിക്കുന്നത് എങ്ങനെ? ഈ ദൃശ്യപ്രപഞ്ചത്തിൻ്റെ അവസ്ഥ ഇതിന് മുൻപുള്ള ശ്ലോകങ്ങളുടെ വ്യാഖ്യാനങ്ങളിൽ വിശദീകരിച്ചതാണ്. അഹന്തയെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഇതന്തയായ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതിനാൽ അഹന്തയ്ക്ക് കാരണം എന്താണ് എന്ന് നോക്കാം. തൊലിയുമെലുമ്പു മലം ദുരന്തം അന്തക്കലകളുമെന്തും അഹന്തയൊന്നു കാണുക. പൊലിയും ഇതന്യ പൊലിഞ്ഞു പൂർണ്ണമാകും വലിയൊരഹന്ത വരം തരേണം. ആത്മോപദേശ ശതകത്തിലെ ഈ ശ്ലോകത്തിൽ 2 അഹന്തകളെ പറ്റി പറയുന്നു. ഒന്ന്, എല്ലും തോലും മാംസവും മലവും എല്ലാം ചേർന്ന അപരപ്രകൃതിയുടെ സൃഷ്ടിയായ പഞ്ചഭൂത നിർമ്മിതമായ ദേഹം. ഇത് അന്യയാണ്. ഇത് മരണത്തോടുകൂടി നശിക്കും. അപ്പോഴും നശിക്കാതെ നിലനിൽക്കുന്ന വേറെ ഒരു വലിയ അഹന്തയുണ്ട്. അത് ഇതിനൊക്കെ കാരണമായ
അഹംബോധമാണ്. ഈ വലിയൊരഹന്ത എന്നതിന് സാധാരണ പറയാറുള്ളത് ഞാൻ വലിയവനാണ് എന്ന ഭാവമാണ് എന്നാണ് ചിലർ വ്യാഖ്യാനിച്ച് കേട്ടിട്ടുണ്ട്. ഇവിടെ പറയുന്നത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറഞ്ഞതിലുള്ള അഹങ്കാരമാണ് ഞാൻ എന്ന പ്രത്യേകമായ ഒരു വ്യക്തി ഉണ്ട് എന്ന ബോധമാണത്. പഞ്ചകോശങ്ങളിലെ ആനന്ദമയകോശം എന്നതും ദേഹത്രയങ്ങളിലെ കാരണദേഹം എന്നതും ഇതിനെ സംബന്ധിച്ചുള്ളതാണ്. അതും വിശദീകരിക്കാം. അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം ഇവയാണ് പഞ്ചകോശങ്ങൾ. ഇവ ക്രമേണ ശരീരം, പ്രാണൻ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയെ സംബന്ധിച്ചുള്ള സങ്കല്പമാണ്. ദേഹത്രയങ്ങൾ സ്ഥൂലദേഹം, സൂക്ഷ്മദേഹം, കാരണദേഹം ഇവയാണ്. സ്ഥൂലദേഹം ശരീരവും, സൂക്ഷ്മദേഹം മനോബുദ്ധികളും, കാരണദേഹം അഹങ്കാരവുമാണ്. ഞാനെന്ന ബോധമായ അഹങ്കാരമാണ് ജനന, ജീവിത, മരണങ്ങൾക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ കാരണദേഹം എന്ന് പറയുന്നത്. നല്ല ഉറക്കത്തിൽ നാം മറ്റുള്ളതെല്ലാം മറന്ന് കാരണദേഹമായ അഹങ്കാരത്തിൽ ലയിക്കുന്നു. അപ്പോൾ ഞാനൊഴിച്ച് മറ്റൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ പൂർണ്ണതയിലെ ഒരു ആനന്ദം ലഭിക്കുന്നു. അതാണ് ഉറക്കത്തിലെ സുഖം. അതുകൊണ്ടാണ് അതിനെ ആനന്ദമയ കോശം എന്ന് പറയുന്നത്. ഈ അഹങ്കാരം അഥവാ ഞാനെന്ന വ്യക്തി പ്രത്യേകമായി ഉണ്ടെന്നുള്ള അവസ്ഥ അതുകൂടി ഇല്ലാതായാലേ ജനന മരണാദി ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ, മുക്തി കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ വലിയൊരഹന്ത വരം തരേണം എന്ന് പ്രാർത്ഥിക്കുന്നത്. ഈ പറഞ്ഞ അഹന്തയും ശരീരമാകുന്ന അഹന്തയും ചേർന്നാണ് ലോകമാകുന്ന ഇദന്തയെ സൃഷ്ടിച്ചത്. ആത്മാവിൻ്റെ കൽപ്പനയിൽ കാരണദേഹമായ അഹങ്കാരവും അതിൻ്റെ കൽപ്പനയിൽ നിന്ന് മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും ജനിച്ചു. മറ്റുള്ളവ ഉണ്ടായത് ഇങ്ങനെ ആണ്. ശബ്ദരാഗാൽ ശ്രോത്രമസ്യ ജായതേ ഭവിതാത്മന രൂപരാഗാത് തഥാ ചക്ഷു ഘ്രാണം ഗന്ധജിഗൃക്ഷയ. ശബ്ദമുണ്ടാകട്ടെ എന്ന സങ്കല്പത്തിൽ നിന്ന് കാതുകളുണ്ടായി, രൂപമുണ്ടാകട്ടെ എന്ന സങ്കല്പത്തിൽ നിന്ന് നേത്രങ്ങളുണ്ടായി, ഗന്ധമുണ്ടാകട്ടെ എന്ന സങ്കല്പത്തിൽ നിന്ന് ഘ്രാണേന്ദ്രിയവും ഉണ്ടായി. ഇങ്ങനെ ആത്മാവിൻ്റെ ഇച്ഛയനുസരിച്ച് 5 ജ്ഞാനേന്ദ്രിയങ്ങളുണ്ടായി. ഇങ്ങനെ ആത്മാവിൻ്റെ സങ്കല്പത്തിൽ നിന്നുണ്ടായ മനോബുദ്ധ്യഹങ്കാരങ്ങളും അവയുടെ സങ്കല്പത്തിൽ നിന്നുണ്ടായ ശബ്ദ, രൂപരസഗന്ധാദി ആകുന്ന തന്മാത്രകളും അവയിൽ നിന്ന് പാഞ്ചഭൗതികമായ പ്രപഞ്ചവും ജനിച്ചു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ണ്, മൂക്ക്, ചെവി എന്നിവയിൽ നിന്ന് പുറപ്പെട്ടതാണ് എന്ന് കരുതരുത്. ചക്ഷുപശ്യതി രൂപാണി മനസാ നതു ചക്ഷുഷ. കണ്ണിൽ കൂടി മനസ്സാണ് കാണുന്നത്, കണ്ണല്ല. അതായത് ഈ സർവദൃശ്യങ്ങളും മനസ്സ് ഉണ്ടാക്കുന്നതാണ്, മനോമയമാണ്. സ്വപ്നം കാണുമ്പോൾ സ്വപ്നം സത്യമാണെന്ന് കരുതി സന്തോഷിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്നത് പോലെ ഉണർവിലും മനസ്സുണ്ടാക്കിയ ഈ പ്രപഞ്ച രൂപത്തെ സത്യമെന്ന് കരുതി ആത്മാവ് സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നു. ദൃശ്യമായ പ്രകൃതിയെ ഉള്ളതായി കരുതുമ്പോൾ അത് മുൻപ് ഉണ്ടായിരുന്നതാണ് എന്നും ഇനിയും ഉണ്ടായിരിക്കും എന്നുള്ള വിചാരവും ഉണ്ടാകും. ഇങ്ങനെ ഭൂതം, വർത്തമാനം, ഭാവി എന്നീ സങ്കല്പങ്ങളിൽ നിന്നാണ് കാലം ഉണ്ടാകുന്നത്. ഭൂതകാലം എന്നത് മനസ്സിൻ്റെ സ്മരണയും ഭാവികാലം എന്നത് കേവലം ഭാവനയും ആണ്. ഇത് രണ്ടും ഇപ്പോൾ ഇല്ല. ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഓരോന്നും അപ്പോൾ തന്നെ
കഴിഞ്ഞ കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ വർത്തമാനകാലം എന്നത് ക്ഷണികവുമാണ്. കാലം ഉണ്ട് എന്ന് പറഞ്ഞാലും ഇത്രയുമൊക്കെയേ ഉള്ളൂ. ലോകവും കാലവും മനസ്സിൻ്റെ സങ്കല്പ സൃഷ്ടിയാണ് എങ്കിൽ വെറും കൽപ്പന മാത്രമായ ലോകത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയുള്ള പരിണാമ സിദ്ധാന്തം എങ്ങനെ ശരിയാകും? ഇത് ഇപ്പോൾ എൻ്റെ സങ്കല്പത്തിൽ ഇവിടെ ഉണ്ടായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതാണ് ശരി. ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.